ഇതിലൊന്നും എനിക്ക് ആഗ്രഹമില്ലേട്ടാ. 1008 പെണ്ണുങ്ങളുടെ കൂടെ നിങ്ങൾ ജോലി ചെയ്താലും ആരുടെ മുഖത്തോട്ട് പോലും നിങ്ങൾ നോക്കാറില്ല. എന്റെ മാത്രം പുരുഷനായിട്ട് ഏട്ടനെ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ ഭയങ്കര പാടാ. എന്താ വേമലെ, ആളൊന്ന് വണ്ണം വെച്ച് തൊടുത്തിട്ടുണ്ട്. ഒത്തിരി നല്ല ആണെന്ന് ഞാൻ കരുതി. ഈ ആണെന്ന് പറയുന്ന വർഗം മഹാകള്ളന്മാരാ. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? നേരെ ആന്റി അടുത്ത് ഇല്ലേ, സത്യം അങ്ങ് തുറന്നു പറയും. 25 വർഷം നിങ്ങൾ ഒരു കള്ളം മെയിൻറ്റെയിൻ ചെയ്തത്. എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നിറം മങ്ങിയ പൂക്കളം ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ സരസിനോട് പറയാമായിരുന്നു. ഈ ഭൂമിയിൽ അവളുടെ പാദം പതിയുമ്പോ കിലുങ്ങുന്ന പാദസ്വര ധ്വനി ഉണ്ടല്ലോ, ചിലും ഭാരതി. ഒന്ന് നിർത്ത്. നിങ്ങൾ കൊലുസിന്റെ ശബ്ദം കേട്ടു, അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു. അങ്ങനെ പറഞ്ഞാൽ മതിയാവും. പ്രണയിക്കുന്നതും പ്രണയിക്കപ്പെടുന്നതുമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വികാരാച്ച. ആ പെണ്ണിന്റെ അമ്മയല്ലേ നിങ്ങൾ പ്രേമിച്ചിരിക്കുന്നത്? പ്രേമിക്കുന്ന പെണ്ണ് എല്ലാവർക്കും ദേവതയാണെന്നേ തോന്നൂ. നിങ്ങൾ എന്താ വിളിച്ചത്? അപ്പൊ ദീപിക ഭാരതിയുടെ മോളാണോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ഒന്നും അറിയാത്തൊരു പാവം തന്തേ പോലെ. ഫസിക്ക് എന്ത് കുറവുണ്ടായിട്ടാ അമ്മയെ കല്യാണം വേണ്ടെന്ന് പറയുന്നു? എന്റെ അമ്മയും അങ്കിളും തമ്മിൽ എന്തിനാ ബ്രേക്കപ്പ് ചെയ്തേ? ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് കേട്ടോ, മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്ന്. അത് വായിച്ച് നീ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ ഭാരതിയോടൊന്ന് തനിച്ച് സംസാരിച്ചോട്ടെ? എന്തൊരു വൃത്തികേടായി പറയുന്നു. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കല്ല, നിങ്ങളുടെ മോന.